നിന്നോ? എന്ത് രസമാണ് പ്രതിമയൊക്കെ പോലെ. പൊളിച്ചില്ലേ? പ്രത്യേക എന്തെങ്കിലും തെറ്റുണ്ടോന്നല്ല, കാരണം ഇതിന് സാഹിത്യം തെലുങ്കാണ്. തെറ്റുണ്ടായിരുന്നോ? അല്ല, മനസ്സിലായില്ല. ഒരു 1.5 തെറ്റ് പറഞ്ഞാൽ മതി. 1.5 തെറ്റ്. എനിക്ക് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ ഇത് ശരിക്കും തെലുങ്കാണ്. ത്യാഗരാജസ്വാമിയുടെ ഒരു കൃതിയാണ്. അതായത് നല്ല ഭംഗിയുള്ള മുഖത്തോടു കൂടിയ അല്ലയോ രാമ, എനിക്ക് അങ്ങേ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആ വിഷമം തീർത്ത് എന്നെ വന്ന് അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. ഈ ലോകത്തില് ഇടിയും പേമാരിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തി എല്ലാവരെയും സംരക്ഷിച്ചു. അതുപോലെ എന്നെയും സംരക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയാം. അപ്പം രാമനും സീതയും കൂടെ ഒന്നിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇതാണ് ശരിക്കുള്ള അർത്ഥം. ഞാൻ ഈയിടയ്ക്ക് എന്റെ ചേച്ചി ഞാൻ ഈയിടയ്ക്ക് റോഹിത്തുമായിട്ടുള്ള ഒരു ഫോട്ടോയ്ക്ക് ഇതിട്ട് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് പാട്ടാ ഇത് പറ്റിയതാണെന്ന് പറഞ്ഞു. സിനിമയിൽ ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് പല സിറ്റുവേഷനിലാണ്. ശരിക്കും ആക്ച്വൽ ഇതിന്റെ മീനിങ് അതാണ്. അതെ, ദേവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും നോക്കേണ്ടി വരത്തില്ല, മുഖത്ത് എല്ലാം അതല്ല, മുദ്രകൾ ശ്രദ്ധിച്ചാലും അതൊക്കെ മുഖത്തെ ഭാവങ്ങൾ വ്യക്തമാണ്. ഞാൻ അങ്ങനെ പഠിപ്പിച്ച് വിട്ടിരിക്കാടോ. അത് പറഞ്ഞതേ നമ്മള് കേട്ടപ്പോ ചെറുതായിട്ട് മാറിപ്പോയി. എന്റെ എന്ത് വാക്ക് കേട്ടാലും നിനക്ക് അതൊക്കെ തോന്നി. എനിക്കല്ല, സൗവർണിയ എന്ത് പറ, സൗവർണിയ പറ. ഒന്നും തോന്നിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ പോട്ടെ, ദേവി പറയട്ടെ. എന്ത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അശ്ലീലം ഉണ്ടായിരുന്നു? അയ്യോ, ഇവർക്കല്ല അശ്ലീലമായിട്ട് തോന്നിയത്. ഇത് യാഥാർത്ഥ്യം. ഞങ്ങളതിന് അശ്ലീലം എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അലീന പറയും. എലീന. എന്തെങ്കിലും ഞാൻ അലീനെ വിളിക്കും. കുഴപ്പമില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയണോ? ദേവി ചേച്ചി സൂപ്പർ. എങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും ഓരോന്ന് അടുത്ത ഇൻട്രൊഡക്ഷൻ ഡാൻസ് പ്രഭചേട്ടൻ. എലീന എനിക്ക് തന്നതുപോലെ ആലോചിക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ക്ലാസിക്കൽ ഡാൻസ് എടുത്തു പോയില്ലേ? അല്ലായിരുന്നു ഈ പാട്ട് തന്നെ എടുത്തേനെ. ചേട്ടന്റെ മനസ്സിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണർ. ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. യു ക്യാൻ സീ ദ ദേവി ചേച്ചി, താങ്ക് യു ഫോർ ദി പെർഫോമൻസ്. അപ്പം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളോടൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിത് ഷോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഷോയിൽ വരും എന്നുള്ളത്. അപ്പോൾ ആ ട്വിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യാൻ പോവാണ്, ആൻഡ് വിച്ച് ഇസ് എലിമിനേഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓരോരുത്തർ എക്സ്പ്രഷൻ. സ്വന്തമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് ഇനി ഒരു അരമണിക്കൂർ ലിവിച്ചേട്ടനെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. ലിവിച്ചേട്ടൻ ഇടേണ്ട കാര്യമില്ല. നമ്മൾ തുടക്കം മുതൽ പറയണ്ടായിരുന്നു ടീം മെമ്പേഴ്സിനെ ആക്കിയപ്പം എവ്രിബഡി ഹാസ് ടു ഈക്വലി പാർട്ടിസിപ്പേറ്റ്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമ്മളിവിടെ നോക്കും. ഇപ്പോൾ ടാസ്കിലായിക്കോട്ടെ, കുക്കിങ്ങിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടി. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സമ്മാനങ്ങൾ അല്ലെങ്കിൽ കുക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് അറിയാം. ആകെ ഒരു തവണ കിട്ടിയൊരു സന്തോഷം. ചില ടീമുകൾക്ക് ചിലപ്പോൾ ടാസ്കിന് മാത്രമായിരിക്കാം മുന്നേറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാറ്റഗറീസിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദ്യം എൻ്റെ നോക്കുമ്പോഴത്തേക്കും ഒരു ടീം ഈ പറയുന്ന പോലെ എലിമിനേറ്റ് ആകും അല്ലെങ്കിൽ ഡേഞ്ചർ സോണിലാവും. സോ ദാറ്റ് ഇസ് ഹൗ ദി ഷോ ഇസ്. പിന്നെ വേറെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഷിബുചേട്ടൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതുവരെ കുക്കിങ്ങിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഞാൻ കണ്ടിട്ടില്ല. വെരി ഗുഡ്, അവനെ എലിമിനേറ്റ് ചെയ്യണം. അല്ല, ഇത് തമാശ രീതിയിലല്ല. അല്ല, അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഒരാളുടെ പ്രശ്നം കൊണ്ട് ആ ഹോൾ ടീം എലിമിനേറ്റ് ആവുകയാണോ? കണ്ടോ എന്റെ ചേട്ടൻ ഇതുവരെ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തിട്ടില്ല ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരാമോ? ഓക്കെ. അല്ല, എനിക്ക് കുക്കിംഗ് അത്ര അറിയില്ല. അപ്പം
ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു വരുന്ന ഒരു സമയമാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാരും കുക്കിംഗ് സെന്റിമെന്റ്സ് അടിച്ച് കേറാൻ നോക്കും. അല്ല അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ എന്തായാലും നമുക്ക് ഇത്രയും 4 ടീമുകളെയും കൊണ്ട് മുന്നോട്ടേക്ക് പോവാന്നുള്ളത് പ്രാക്ടിക്കലി കാര്യമല്ല. ബിക്കോസ് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് ഓരോരുത്തരും മത്സരിച്ചോണ്ടിരിക്കുകയാണ്. അല്ല എന്റെ പോർഷൻ പറഞ്ഞില്ല, എന്റെ പാർട്ട് ഞാൻ പറഞ്ഞില്ല. അല്ല അവിടെ ഇപ്പൊ തമാശ പറഞ്ഞപ്പോൾ ഞാനത് ക്ലിയർ ആക്കി കൊടുക്കുമായിരുന്നു. സെന്റിമെന്റ്സ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പം ഇത് ഒരു അല്ല ഞാൻ സെന്റിമെന്റ്സ് പിടിക്കാൻ പറയല്ലേ, എന്റെ അറിയണ്ടേ ഞാൻ. എന്താണ് അവസ്ഥ എന്ന് പറ. അല്ല എനിക്ക് ഈ കുക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഐഡിയ ഒന്നും വേണ്ട ചേട്ടാ. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ ഇങ്ങനെ എനിക്ക് അടുക്കളയിൽ കയറിയൊന്നും വലിയ ശീലമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു വരുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ ഞാൻ പഠിച്ച് ഒരു വലിയ കുക്കായി മാറും. കുക്കിങ്ങിൽ മിക്കപ്പോഴും ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യാറുള്ളത് എല്ലാം ഇത്ര എപ്പിസോഡുകളായിട്ട്? ഇപ്പോഴും എല്ലാവരുടെയും വിചാരം ഇതൊരു തമാശ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള രീതിയിലാണ്. ഞാൻ സീരിയസ് ആയിട്ടാ അല്ല ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്കും വലുതായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആളല്ല ഞാൻ. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ലബാനും ഒട്ടും അറിയില്ല. ഞാൻ ലബാനോട് പറയുന്നത് ഓരോ ഇത് തന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുള്ളിനെ വിളിച്ച് പറയും എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയല്ല, ഇപ്പൊ ഇവരെ എല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാവരും ഷൂട്ടിന് മുമ്പ് വിളിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒന്ന് വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ഞാനും ഫാമിലിയായിട്ട് ലബാനും ഫാമിലിയായിട്ട് താമസിക്കുന്നതാണ്. വൈഫിനോട് ചോദിക്കാം എന്താ ചോദിച്ചിട്ട് അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞതാ. അപ്പൊ ആ പേരൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാന്ന് പറയുമ്പോ എനിക്കത് അറിയില്ല, നോക്കിയിട്ട് പറയാൻ അറിയാതെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തില്ലേ നമ്മുടെ മറ്റേ അതൊക്കെ പാചകത്തിന്റെ പറഞ്ഞില്ല, പക്ഷെ 6-ാം തമ്പുരാൻ ചെയ്യാന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യാൻ അല്ല നമ്മള് ഇത് ശിവചേട്ടന് മാത്രമായിട്ടുള്ള കാര്യമല്ല, ഈവൻ പിന്നെ ചേട്ടൻ ഉൾപ്പെടെ. പക്ഷെ അതൊരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയേണ്ടത്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശിവചേട്ടനാണെങ്കിലും പറയാം ഇല്ല ചേട്ടാ നിങ്ങളും ചെയ്യാറില്ല. ബാക്കിയുള്ളവരൊക്കെ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പൊതുവെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒന്നെങ്കിൽ നമ്മളിങ്ങനെ ഷഫിൾ ചെയ്ത് നിങ്ങളെ ടീം മാറ്റാന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വി റിയലി ഹാവ് ടു പുട്ട് യു ഗൈസ് ഇൻടു ഡേഞ്ചർ സോൺ. അത് പറഞ്ഞപ്പോ എന്താ രശ്മിനെ നോക്കി അല്ലല്ല അങ്ങനെയല്ല. രശ്മിയുടെ എക്സ്പ്രഷൻ ടീം മാറാന്ന് പറഞ്ഞ് രശ്മി പേടിച്ചു ചേട്ടൻ പോയാൽ ഞാൻ എന്ത് ചെയ്യും. പക്ഷെ എന്നാലും അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ഹെൽപ്പിംഗ് ആണെങ്കിലും ഇവരുടെ കൂട്ടത്തിലാണെങ്കിൽ പ്രഭചേട്ടനാണ് എല്ലാം ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ രശ്മി അവിടെ നിൽക്കുന്നുണ്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ട് രശ്മിയുടെ. അപ്പൊ അതുപോലെ ചേട്ടൻ എന്നെ എല്ലാം ചെയ്യിക്കും. ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നിട്ട് ഞാൻ എന്നോടത് ചെയ്യാൻ പറയും. അപ്പൊ ചേട്ടൻ ഫുള്ള് ഇപ്പൊ അത് ഒന്നും തീ കൂടുവാണെങ്കിൽ ചേട്ടൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. എല്ലാം പറഞ്ഞു തന്നിട്ട് ചെയ്യിക്കും. അതായത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റാകും. ആ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും ടെലിങ് അത്രയും ദിവസത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം ആ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് എലിമിനേഷൻ ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഞങ്ങളോട് എലിമിനേറ്റ് ആവുകയാണെങ്കിൽ അത് ഷിബുവിന്റെ ഫുൾ ലബാന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. കൈരേഖ നോക്കടാ കയ്യിലിരിപ്പ്. അല്ല എനിക്ക് ശരിയൊന്നും വരുന്നില്ല. ഇതിനെന്തെങ്കിലും അല്ല ഓക്കെ അതൊരു വിധിയായിട്ട് കേട്ടില്ല. അങ്ങനെ വിധിയായിട്ട് ഇപ്പൊ എനിക്ക് ചേട്ടനെ കിട്ടിയ ലബാനെ കിട്ടിയത് കൊണ്ട് ഞാൻ ആ വിധി ഏറ്റെടുക്കണോ? അതെവിടെ ന്യായവാ? അതെ, ജീവിതകാലം മുഴുവൻ അവളെ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ജോഡിയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അല്ല നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എലിമിനേഷൻ ചെയ്യുന്നതുകൊണ്ട് അല്ല എലിമിനേഷൻ നമുക്ക് ഉള്ളത് തന്നെ. ഞാനൊരു സീസൺ 2 തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു നമുക്ക് ഒരു സൊല്യൂഷൻ. അങ്ങനെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും 4 ടീമുകൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഒരു വിജയം എന്നുള്ള നിങ്ങൾക്കും ആഗ്രഹമല്ലോ ഒരാൾ കാണാൻ. ഇപ്പൊ ഒരേപോലെ എല്ലാവരും കല്ല് വലിച്ചോണ്ട് പോകുന്നതിൽ എന്താണ് കാര്യം? മനസ്സിലായില്ലേ? അപ്പൊ ഈ ടാസ്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും ഈവൻ ഷെഫ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെഫിനെ കൊണ്ട് മാർക്കിടേണ്ട കാര്യമില്ല. ജസ്റ്റ് വന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ റെസിപ്പി പറഞ്ഞ് അവിടെ നിർത്തി തിരിച്ച് ടാസ്ക് വരുന്നു, ആൾക്കാർക്ക് ഒരു ഫണ്ട് എന്നുള്ള രീതിയിലാക്കി പോകാവുന്നതേ ഉള്ളൂ. ഞാനും ഇത്രയും സൈൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വരുന്നു, പരിപാടി വരുന്നു, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്, പിന്നെ കുറെ കളികളുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫുഡ് നമ്മൾ തരും, പോകുന്നതിന് കാര്യമില്ല. ഇത് ഞങ്ങൾ മാർക്ക് ഇടുന്നുണ്ട്. സമ്മാനങ്ങൾ നമ്മൾ സ്പോൺസേഴ്സ് വെറുതെ ആണോ സമ്മാനം തരുന്നത്?
സോ അവരൊരു ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഉള്ളത് തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇനി വരുന്ന എപ്പിസോഡുകൾ അതുപോലെ പെർഫോം ചെയ്ത് നമുക്കൊരു ഫൈനലായിട്ട് ഒരാളെ ഒരു വിജയിയെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സീസൺ 2 ചിലപ്പോൾ നമ്മൾ ഒരു ടീമിനെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ വേറെ ടീമായിരിക്കും കോമ്പറ്റീറ്റ് ചെയ്തത്. ചിലപ്പം സീസൺ 1 ആൾക്കാർ വന്നിട്ടായിരിക്കും നമ്മുടെ അടുത്ത് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. ഞാൻ കളി തമാശയൊക്കെ പറയുമെങ്കിലും സീരിയസ് ആയിട്ട് എടുത്ത് സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല ഞാൻ പറയാം, ചേട്ടനാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും യു ടുക്ക് ഇൻ വെരി സിമ്പിൾ വേ. ഞാൻ സിമ്പിൾ ആയിട്ട് എടുക്കാം. ഭയങ്കര തമാശ രീതിയിലാണിത്. അങ്ങനെ പോകാൻ പറ്റത്തില്ല ചേട്ടാ നമ്മുടെ ഈ ഷോയിൽ. പിന്നെ ഞാനൊരു അങ്ങനെ ചേട്ടന് തമാശയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവാം. ഇഫ് യു ഫീൽ കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ ഫൺ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവരെ രക്ഷിക്കാൻ, ഇവരെ സേവ് ചെയ്യാൻ വേണ്ടി, അതായത് ഡേഞ്ചർ സോണിലുള്ള ഇപ്പൊ സപ്പോസ് ഈ ടീമാണ് അല്ല ഞാൻ പറഞ്ഞുതരാം, അതായത് ഡേഞ്ചർ സോണിലുള്ള ഇവരെ സേവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകാൻ റെഡിയാണ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഫെയർ എനഫ്. അതൊരു ഗെയിമാണ്. അങ്ങനെ ഞാൻ പോകുന്നില്ല. ഇതാണ് സംഭവം. കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്കും അവര് പോയില്ല. ചെയ്തുകൊണ്ട് ഇപ്പം സൗമ്യ എലിമിനേറ്റ് അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ പെർഫോമൻസ് വൈസ് ഉണ്ടെങ്കിലും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറച്ച് കുറവാണ്. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ കുക്കിങ്ങിൽ എപ്പോഴും ഫസ്റ്റ് കിട്ടി, പക്ഷേ ആ ടീമിൽ ഒരാൾ മാത്രമാണ് സോ മച്ച് എഫേർട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫസ്റ്റ് കൊടുത്ത് അവരെ വിജയാക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് നോട്ട് എ ഫെയർ ആസ് വെൽ. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരു പെയർ ആയിട്ട് നിന്ന് ഡിസ്കസ് ചെയ്ത് ഈവൻ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡിഷിൻ്റെ പേരിടാൻ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഓണിയൻ അല്ല സവാള കട്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ പച്ചമുളക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാം ഒരു കൂട്ടായ്മയായിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നിങ്ങൾ ഡേഞ്ചർ സോൺ എന്നുള്ള രീതിയിലല്ല പറയാം, പക്ഷെ നിങ്ങളാകാം ചാൻസസ് അതെ. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മത്സരത്തോടെ തന്നെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഡു വെൽ. ഇതൊരു മത്സരമായിട്ട് തന്നെ എടുക്കുക. അപ്പം ഇന്നത്തെ നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് പോവാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും സൗത്ത് ഇന്ത്യൻ ഡിഷുമായ മസാല ദോശയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള മസാല ദോശയല്ല, എന്തെങ്കിലും വെറൈറ്റി ആണെങ്കിൽ അത്രയും ബോണസ് മാർക്കാണ്. സോ എന്തെങ്കിലുമൊക്കെ മിക്സ് മാച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഫില്ലിംഗ് ഡിഫറെൻ്റ് ആക്കാനൊക്കെ നോക്കിയിട്ടുള്ള മസാല ദോശയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. റെഡിയാണോ? ഇനി അങ്ങോട്ടേക്ക് സീരിയസ് ആയിട്ട് എടുത്ത് പോവോ? ഉറപ്പാണോ മിസ്റ്റർ രാജാ സാഹിബ്? എണീറ്റ് നിന്ന് പറ. ഇവിടെ നിന്നിട്ട് പറ, ഞാൻ ഇനി മുതൽ അൻസറിനോട് മത്സരിക്കും പറ. ഇതുവരെ പറഞ്ഞതെല്ലാം ഉള്ളില് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്നാലും പറ, മത്സരിക്കില്ലേ? ഞങ്ങള് പൊളിച്ചെടുക്കാൻ വേണ്ടി അവിടെ വന്നത് ആരെ മൊത്തത്തില്. ശരി, കോടതി മുമ്പാകെ, കോടതി അല്ല നമ്മുടെ സെലിബ്രിറ്റി മുമ്പാകെ ഞാൻ തമാശയൊന്നും കളിക്കില്ല. തമാശയിലെ പിന്നെ പോയി ഞാൻ അങ്ങനെയല്ല, കളി സീരിയസ് ആയിട്ട് കളിയല്ല, ഞാൻ സീരിയസ് ആയിട്ട് 2 കൗണ്ടർ ഞാൻ പറയും. പറഞ്ഞോ, പരമാവധി പറയുന്നതെല്ലാം ചളി ആവരുത് എന്ന് പ്രാർത്ഥിക്കാം. എന്നാലും സീരിയസ് ആയിട്ട് ചെയ്യില്ലേ? അല്ല, ഐ എം വെരി സീരിയസ് അബൌട്ട് ദിസ് ബിക്കോസ് ദ ഓൾ ടീം ഹാസ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് It's not about attitude. There's sportsman spirit. So you're supposed to come up with the speed. I am also ready for that game. Okay. Okay. Let's do it. അപ്പോൾ നമുക്ക് ചാച്ചാ കുച്ചയാക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നാൽ ഞങ്ങൾ ഇത് എന്റെ കഞ്ഞിയിൽ പാട്ടിടാനല്ല പറഞ്ഞത്. എന്നെ പറഞ്ഞപ്പോൾ ഒരിടത്ത് ഇതാണല്ലേ പറഞ്ഞത്, അട്ടേ പിടിച്ച് മെത്തേ കിടത്തരുത്. മാത്രമല്ല ഒരിടത്തും ഏരിയയിൽ അടുപ്പിക്കരുത്.